എൻ്റെ കുട്ടീനൊന്ന് നാട്ടിലേക്ക് എത്തിച്ച് എനിക്ക് കാണാനൊന്ന് വീതി കൂട്ടി തരും മക്കളെല്ലാവരും പാടെ കൂടിയിട്ട്. കണക്കില്ലാത്ത പൈസ ചോദിക്കുന്നത് കൊടുക്കാൻ എല്ലാവരും അള്ളാഹു തരട്ടെ. ആരെ കയ്യിലുണ്ടാവില്ലല്ലോ അത്രയും കോടി കണക്കിന് പൈസ കൊടുക്കാൻ. അവർക്ക് ചോദിക്കുന്നത് ആൻ കിടത്താൻ അള്ളാഹു ഇറക്കി കൊടുക്കുക. എന്നിട്ട് എൻ്റെ കുട്ടീനൊന്ന് എൻ്റെ അടുത്ത് ഇറക്കി കൊണ്ടുറബ്ബേ, കുട്ടി ഒന്ന് കാട്ടിക്കൊണ്ടുറബ്ബേ. എൻ്റെ കുട്ടീനെ കണ്ട് കണ്ണടയാൻ അള്ളാഹു ഈ വിധി കൂട്ടിക്കൊണ്ട് അത്രയും കാലം ഞാൻ സഹിച്ചില്ല. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഉമ്മൻ്റെ കരച്ചിൽ കണ്ടിട്ട് സത്യം പറയാൻ നെഞ്ചി പൊട്ടി പോകട്ടോ. അതായത് ഒരു മകൻ 18 വർഷമായിട്ട് സൗദി ജയിലിൽ കഴിയുന്നതും മരണത്തിന് ദിവസങ്ങൾ കാത്തു കിടക്കാണ്. ആ ഒരു സുഖമില്ലാത്തൊരു കുട്ടീനെ കൊണ്ടു നടക്കുന്ന ഒരു ഡ്രൈവറായിരുന്നു ഈ അബ്ദുറഹ്മാൻ. നമ്മുടെ നാട്ടുകാരനാണ്, കോടമ്പയുള്ള. അപ്പൊ ഈ കുട്ടിയുടെ ഒരു അബദ്ധത്താൽ ആ കുട്ടി വെച്ച കൃത്രിമ ശ്വാസം വെച്ച് അതൊന്ന് തട്ടി അദ്ദേഹത്തിന്റെ കൈ തട്ടി മരണപ്പെട്ടു. 18 വർഷമായിട്ട് അദ്ദേഹം ജയിലിൽ കഴിയാണ് കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കണം, 18 വർഷം എന്ന് പറഞ്ഞാൽ 1-2 ദിവസങ്ങളല്ല, എത്ര കൊല്ലം, 18 വയസ്സ് ചെറുപ്പത്തിൽ ജയിലിലായതാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താന്ന് വെച്ചാല്, ആ 18 വർഷം അദ്ദേഹം ജയിലിൽ കഴിയുമ്പോഴും പുറത്ത് അതേമാതിരി ആ അബ്ദുറഹ്മാന്റെ ഉമ്മയും വല്ലാതെ വിഷമത്തിലാണ് കഴിക്കുന്നത്. 18 വർഷം ആ ഉമ്മയും കഷ്ടപ്പെട്ടാണ് ജീവിച്ചത്. അപ്പം ആ അബ്ദുറഹ്മാനെ ഇനി തിരിച്ച് നമ്മൾ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ നമ്മൾ മോചനദ്രവ്യമായിട്ട് 34 കോടിയാണ് കൊടുക്കേണ്ടത്. അത് നമ്മളെല്ലാവരും ഒന്ന് ഒത്തുപിടിച്ചാല് ഒരു സാധിക്കുന്നതേ ഉള്ളൂ. അള്ളാഹു എല്ലാവരും അതിന് മുന്നിട്ടിറങ്ങുക, പരമാവധി കൊടുക്കാൻ കഴിയുന്നത് എല്ലാം കൊടുക്കുക. എത്ര നമ്മളെ കൊണ്ട് സഹായിക്കാൻ കഴിയും, ഒരു 100 രൂപയാണെങ്കിൽ പോലും നിങ്ങളെ കൊണ്ട് സഹായിക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യാം. ആ ഉമ്മന്റെ കരച്ചിൽ കണ്ടിട്ട് സത്യം പറയണമെങ്കിൽ നമ്മളെ ഉമ്മമാരൊക്കെ ഓർമ്മ വന്നു പോയി. നമ്മളൊരു അവസ്ഥയാണ്, നമുക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ഗതി, അത് ചിന്തിച്ചാൽ മതി എല്ലാവരും. അപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാല്, നമ്മൾ ആ അബ്ദുറഹ്മാനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രവർത്തിക്കണം. എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് വീഡിയോ എല്ലാവരും ചെയ്യാൻ പറ്റുന്നിടത്തോളം ചെയ്യാത്ത എല്ലാവരിലേക്ക് എത്തട്ടെ. അതേമാതിരി വീഡിയോകളെല്ലാം ഷെയർ ചെയ്യുക. പിന്നെ ഇതിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ജനങ്ങളിലേക്ക് ഇത് എത്തിക്കുക. അപ്പൊ ജനങ്ങൾ ഇത് ഏറ്റെടുത്ത് അതിനുള്ള 34 കോടി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ആ അബ്ദുറഹ്മാനെ നമുക്ക് രക്ഷപ്പെടുത്താനും പറ്റും. അപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ആ ഉമ്മ സഹിക്കുന്ന വേദനയും അബ്ദുറഹ്മാൻ ജയിലിൽ കഴിക്കുന്ന വേദനയും ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി നമുക്ക്. അപ്പം ഒരു അബദ്ധത്തിൽ പറ്റിയ ഒരു സംഭവമാണ്. പക്ഷെ അബദ്ധത്തിൽ പറ്റിയ ഒരു സംഭവം കൊണ്ടാണെങ്കിലും ആ സൗദി ബാലന്റെ ജീവൻ പോയി. അതേപോലെ ഇവനും ഇപ്പൊ അതേമാതിരി അബ്ദുറഹ്മാനും അതേമാതിരി മരണം കാത്തു കിടക്കാണ്. അപ്പൊ ഇനി അവർക്ക് തണലായിട്ട് നമ്മൾ ഓരോരുത്തരും ഉള്ളൂ. അപ്പൊ അതിനു വേണ്ടി എല്ലാവരും പ്രവർത്തിക്കുക. എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുന്നിടത്തോളം ചെയ്യുക. ടിക്ടോക്കിൽ ഇത് പ്രചരിപ്പിക്കുക. അതേമാതിരി യൂട്യൂബിൽ പരമാവധി ഇത് ചെയ്യുന്ന വീഡിയോ എങ്കിലും നമുക്ക് ഷെയർ ചെയ്തിട്ട് എല്ലാവരിലേക്ക് എത്താൻ ശ്രമിക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മളെല്ലാവരും ആ അബ്ദുറഹ്മാന് വേണ്ടി പ്രാർത്ഥിക്കുക. അതേമാതിരി ഉമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആ ഉമ്മന്റെ കരച്ചിൽ കണ്ട് സത്യം പറയുന്ന നെഞ്ചി പൊട്ടി പോവാൻ സുഹൃത്തുക്കളെ, ഒരു രക്ഷയുമില്ല, കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാനും ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ പരമാവധി ഈ വീഡിയോ എല്ലാവരിലേക്ക് എത്തിക്കുക. ഈ ഒരു വീഡിയോ എങ്കിലും കണ്ടിട്ട് ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ അത്രയെങ്കിലും പൈസ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൽ അറിയിക്കുക. അതേമാതിരി ഇതിൻ്റെ ഗൂഗിൾ പേ നമ്പറൊക്കെ ഞാൻ ഇതിൽ വെക്കുന്നുണ്ട്. അപ്പം അത് വെച്ചിട്ട് നിങ്ങൾ ആ ഗൂഗിൾ പേ നമ്പറിലേക്ക് നിങ്ങൾ പൈസ അയക്കാൻ പറ്റുന്നിടത്തോളം എല്ലാം അയക്കുക. അതേമാതിരി ഒരു ആപ്പ് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. അബ്ദുറഹ്മാന്റെ പേരിലുള്ള ആപ്പ് ഉണ്ട്, അതിലും നിങ്ങൾക്ക് പണം അയക്കാൻ കഴിയും. അപ്പം ഞാൻ പറയുന്നത്, ഈ റംസാൻ മാസത്തിലെ 27 രാവിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന രാവുകളിൽപ്പെട്ടൊരു രാവാണ്. അപ്പൊ ഈ പറയുന്ന ഈ വാക്ക് പോലും ഒരു സ്വലയ അമലാക്കി അള്ളാഹു തീർക്കട്ടെ. അതുപോലെ നിങ്ങൾ കൊടുക്കുന്ന ഓരോ നാണയത്തുട്ടവും അതും അള്ളാഹുവിന്റെ പക്കൽ ഒരു സ്വലയായ അമലായി അതൊരു സ്വതക്കയായിട്ട് സ്വീകരിക്കട്ടെ. നമ്മൾ സക്കാത്ത് കൊടുക്കുന്നവരെങ്കിലും ഇത് ഈ പണത്തിലേക്ക് കൊടുത്താൽ അത്രയും കൂലിണ്ടാവും. അപ്പം ഞാൻ പറയുന്നത്, നമ്മൾ എല്ലാവരും അവനക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതേപോലെ ഉമ്മക്കും വേണ്ടി പ്രാർത്ഥിക്കുക.
അവനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ അള്ളാഹു നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. എല്ലാവരും ഇത് പരമാവധി ഷെയർ ചെയ്യട്ടെ സുഹൃത്തുക്കളെ. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അള്ളാഹു അവൻ്റെ ആയുസ്സും ആരോഗ്യവും നിലനിർത്താൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും.